അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവർ, ഒരുപാട് ആളുകൾ നിരന്തരമായി കമന്റിലൂടെ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാമ്പത്തികമായ പ്രയാസം, സാമ്പത്തികമായ ഞെരുക്കം. അതേപോലെ തന്നെ ഭർത്താവ് ഗൾഫിൽ പോയി ഒരുപാട് വർഷങ്ങളായി വീട് പോലുമില്ല, തീരെ പണമില്ല, എല്ലാം ഇങ്ങനെ തീർന്നു പോകുന്നു, ഒന്നിലും ബർക്കത്തില്ലാത്തൊരവസ്ഥ. ഉള്ളത് നഷ്ടപ്പെടുന്നു, ഉള്ള സമ്പത്ത് നഷ്ടപ്പെടുന്നു, കയ്യിൽ നിന്ന് അത് തട്ടിപ്പോകുന്നു. നമുക്ക് അതിനുള്ള പരിഹാരം എന്താണ് ഒന്ന് അറിയിച്ചു തരണമെന്ന് നിരന്തരമായി അറിയിക്കുന്നവർക്ക് മഹാന്മാർ പഠിപ്പിച്ച, എൻ്റെ വകയല്ല, മഹാനായ അഹ്മദ് ദൈറബി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുജറബാത്തു ദൈറബിയിൽ പഠിപ്പിച്ച, മുമ്പ് പലതവണ സൂചിപ്പിച്ച ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കുന്നുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടിരിക്കും. മഹാനവറുകൾ മുജറബായി പരിശോധിച്ച് ഫലം കിട്ടിയ ഒരു കാര്യം മാത്രം രേഖപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് മുജറബാത്തു ദൈറബി എന്നുള്ളത്. ആ മുജറബാത്തു ദൈറബിയിൽ മഹാനായ ദൈറബിമാം അവിടെ നിന്ന് പറയുന്നു, ഒരാൾ അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക എന്ന സൂറത്ത് നിരന്തരം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു തവണ, ചുരുങ്ങിയത് ഒരു തവണ പതിവാക്കാൻ കഴിഞ്ഞാൽ മഹാനവറുകൾ പറയുന്നു, അന്നമൻ ദാവമ അലാ ഖിറാഅതിഹാ അഖിബ സലവാതിൽ ഖംസ് യസ്സറല്ലാഹു അംറഹു വറിസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഒരാൾ ഈ സൂറത്തിനെ 5 വക്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് പിറകിലായി പതിവാക്കി വന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അതേപോലെ തന്നെ അദ്ദേഹം വിചാരിക്കാത്ത വഴിയിലൂടെ അവന് അല്ലാഹു തആല സമ്പത്ത് കൊടുക്കും, ആവശ്യമുള്ള സർവ്വതും റബ്ബ് കൊടുക്കും. വീടാഗ്രഹമാണെങ്കിൽ വീട് കൊടുക്കും, നല്ലൊരു ജോലി വേണമെങ്കിൽ ജോലി കൊടുക്കും. അദ്ദേഹത്തിന് സമ്പത്ത്, റിസ്ക്, സമ്പത്ത് ആവശ്യമുള്ള ഇടത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്തിരിക്കും. അദ്ദേഹത്തിന് ഒരാളുടെ മുമ്പിലും ഒരാളെ കണ്ട് ആഗ്രഹിക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് വരില്ല സമ്പത്തിന്റെ വിഷയത്തിൽ. അത്രയും അല്ലാഹു തആല അദ്ദേഹത്തെ സമ്പത്ത് കൊടുത്ത് അദ്ദേഹത്തെ ഉയർത്തും. അതുമാത്രമല്ല, അല്ലാഹുവിനെ പേടിയുള്ള സമ്പന്നനാക്കി മാറ്റും. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതമല്ല. പണം കിട്ടുമ്പോൾ അള്ളാഹുവിനെ മറക്കേണ്ട ഒരവസ്ഥ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരത്തിൽ പെടാതെ അള്ളാഹുവിനെ ഓർമ്മയുള്ള നല്ലൊരു സമ്പന്നനായി മാറാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സമ്പത്തുള്ള ആളുകളും പതിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കുള്ള സമ്പത്തിൽ സ്ഥിരത ഉണ്ടാകാൻ, അത് നഷ്ടപ്പെടാതിരിക്കാൻ, കുടുക്ക് വന്ന് എല്ലാം കച്ചവടങ്ങൾ പാളിപ്പോകേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ ഈ സൂറത്ത് പതിവാക്കി വന്നാൽ അത് സഹായകരമാകുമെന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും പതിവാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.